പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് വളരെ സന്തോഷത്തിന്റെ ദിവസമാണ്. നമ്മുടെ സമരം വിജയിച്ചിരിക്കുന്നു. നമ്മുടെ സമരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശത്തിന്റെ സമരം വിജയിച്ചിരുന്നു. മനുഷ്യരെ പല ജാതിയിലും മതത്തിന്റെയും വർഗത്തിന്റെയും പേര് ഭിന്നിപ്പിച്ച് പല കൊടികളുടെ കീഴിൽ നിർത്തി മനുഷ്യരെ ചൂഷണം ചെയ്തിരുന്ന ഒരു സമൂഹത്തിന് ഇതൊരു പാഠമാണ്. ഇതൊരു ചരിത്ര സംഭവമാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പാർട്ടി സമൂഹത്തിന്റെ ഇരുളടഞ്ഞ ഭാവിയെ ഇല്ലാതാക്കുകയും പുതിയൊരു യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയും ചെയ്യാണ്. ഇവിടെ ആൾക്കാരെല്ലാം ഇത് കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഇവിടെ ഒരു കൊടിയില്ലായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടിയില്ലാതെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സപ്പോർട്ട് ഇല്ലാതെ ഇന്ത്യൻ ജനത, ഇന്ത്യൻ യുവത സമരം ചെയ്ത് വിജയിച്ചതിന്റെ സുവർണ ലിപിയിൽ എഴുതപ്പെട്ട ചരിത്ര സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസുകാർ, പട്ടാളക്കാർ, ബാക്കിയുള്ളവരെല്ലാം സന്തോഷത്തോടെ ആ ഭാഗങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ട്. സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് ഇന്ത്യൻ ജനത ഇവിടെ അന്തസ്സും അഭിമാനവും ആഭിജാത്യവും വീണ്ടെടുത്തിരിക്കുന്ന വളരെ മനോഹരമായ ഒരു മുഹൂർത്തത്തിലാണുള്ളത്. പലരും പറഞ്ഞിരുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും സെലിബ്രിറ്റികളും മുഖ്യധാരാ ചാനലുകളും ഒക്കെ ഇതൊരു വെറും ഒരു പാറ്റ വിപ്ലവമാണ്, ഇത് സോഷ്യൽ മീഡിയ തന്നെ അവസാനിച്ചു പോകുമെന്ന് പലപ്പോഴും പലവരും പറയുകയും ആവർത്തിക്കുകയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇന്ത്യൻ യുവത ഒരുപാട് മാറിയിരിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. മാത്രമല്ല ജനറേഷൻ ഗ്യാപ്പ്, ഏതെങ്കിലും കെട്ടുകഥകളുടെ പേരിൽ അഭിരമിക്കുന്ന ഒരു തലമുറയല്ല പുതിയ തലമുറയായിട്ടുള്ളത്. അതായത് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും പ്രതീക്ഷകളുമുള്ള ഒരു തലമുറയെ കാലാകാലം അടിച്ചമർത്തി അടിമകളാക്കി ജീവിപ്പിക്കാമെന്നുള്ള സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിന്റെ അവകാശ നിഷേധത്തിനെതിരെയുള്ള വളരെ സംഭവബഹുലമായ സമരത്തിന്റെ ചരിത്രമാണ് ഈ ജന്തർ പന്തറിലും ഡൽഹിയുടെ ഹൃദയഭാഗങ്ങളിലും നടന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. യുവതയുടെ ആഗ്രഹങ്ങൾക്കും മോഹങ്ങൾക്കും എതിര് നിൽക്കുന്ന എത്ര വലിയ ദുഷ്ടശക്തികളായാലും ഇന്ത്യയുടെ മണ്ണിൽ അതിന് സ്ഥാനമില്ലെന്നും ഏകോദര സഹോദരങ്ങൾ പോലെ ഒരു കൊടിയുടെ കീഴിൽ, ഭാരതത്തിന്റെ കൊടിയുടെ കീഴിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കുമെന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടുന്ന് ആൾക്കാർ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പാർട്ടിയുടെയോ പിന്തുണയില്ലാതെ, ഒരു മതത്തിന്റെയോ പിന്തുണയില്ലാതെ, ഒരു വംശത്തിന്റെയോ ഒരു വർഗത്തിന്റെയോ പിന്തുണയില്ലാതെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ നിന്നിട്ടാണ് ഈ സമരം ഇവിടെ വിജയിപ്പിച്ചത്. ഫാസിസത്തിന് ഇത് ഏറ്റവും വലിയ ഭീഷണിയാണ്. ഇന്ത്യയിൽ ഫാസിസം ഇല്ലാതായി പോകുമെന്നും ഇന്ത്യ ലോകത്തിൽ ഏറ്റവും മുന്നിലേക്ക് കടന്നു വരുമെന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കുറഞ്ഞ നാളത്തെ 34 ദിവസത്തെ സമരം. ഇതിന്റെ എല്ലാ ലീഡർമാർക്കും, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.